ആദിലയും നൂറയും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ വളരെയധികം യാഥാസ്ഥിതിക ചിന്താഗതികളോട് ചേർന്ന് നിന്നിരുന്ന കലാഭവൻ സരികയെ പോലൊരു കണ്ടസ്റ്റന്റ് ആദിലയോടും നൂറയോടും ചെന്ന് സംസാരിക്കുന്നത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷെ നിങ്ങൾ നമ്മളെ പോലെയാണ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. പക്ഷേ സമൂഹത്തിന്റെ പലവിധ കാഴ്ചപ്പാടുകളിൽ പെടുന്ന നിങ്ങൾക്കൊരു തുണ വേണ്ടേ എന്ന ചോദ്യവുമായി ഷാനവാസിനെ പോലെയുള്ള ആളുകൾ അവരുടെ അടുത്ത് ചെല്ലുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഈ പുറത്തിരിക്കുന്ന ആളുകൾ ആദിലയും നൂറയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതും ഇവിടെ ഒരു വലിയ ചോദ്യമാണ്. അവരുടെ സൗന്ദര്യത്തിന്റെ പേരിൽ കമ്പയർ ചെയ്യുക. ഇവരിനി ഒരുമിച്ച് ജീവിക്കില്ല, കാരണം അവർക്ക് ഒരു പുരുഷന്റെ സുഖം ഇവിടെ കിട്ടിയിട്ടില്ല. അതായത് ഒരു പുരുഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടു വഴിക്ക് പോകും. ഇതൊക്കെയും വിലയിരുത്തപ്പെടുന്നത് ഇവരുടെ സൗന്ദര്യത്തിന്റെ പേരിലും അതുപോലെ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ആ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് കൂടുതൽ അടുത്ത് വരുന്നത് ആരാണ്, അയാളെ ഞാൻ അങ്ങ് സ്വീകരിക്കാം. ഇത്തരം ചർച്ചകളൊക്കെയാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം അവരുടെ ഇത്രയും വർഷത്തെ ഒരു ജേർണി ഉണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് കഴിഞ്ഞ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം തന്നെയാണത്. അതിനെ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു